നമസ്കാരം. ഈ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കാവുന്ന ഔഷധക്കഞ്ഞി അഥവാ കർക്കിടകക്കഞ്ഞിയിൽ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഒരു ചെറിയ ബേസിക് പ്രിപ്പറേഷൻ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നാലായിട്ട് തിരിക്കാം. ധാന്യങ്ങൾ, പച്ചിലകൾ, പിന്നെ ഔഷധ ചൂർണങ്ങൾ, പിന്നെ തേങ്ങാപ്പാലും, അതുപോലെ തന്നെ വറകിടാനുള്ള വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കടുക്, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിനുപയോഗിക്കുന്ന ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഞവരരി, ഉണക്കലരി, സൂചി ഗോതമ്പ്, ഉലുവ, മുതിര, ഉഴുന്ന്, ചെറുപയർ, വൻപയർ, ഇത്രയാണ് നമുക്ക് ഇതിന് ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ. പിന്നെ ഇതിലെ പച്ചിലകൾ എന്ന് പറയുമ്പോൾ അതിൽ കറുക അല്ലെങ്കിൽ കറുകപ്പുല്ല്, അതുപോലെ കുറുന്തോട്ടി, തഴുതാമ, കൈതോന്നി, പൂവാങ്കുരുന്നൽ, ചെറുള, കീടാർനെല്ലി, മുക്കുറ്റി, നിലംപറണ്ട, അതുപോലെ ചങ്ങലംപറണ്ട, പിന്നെ മുയൽ ചെവിയൻ, ഉഴിഞ്ഞ, ഇത്രയാണ് നമുക്ക് ഉപയോഗിക്കുന്ന ഇലകൾ. പിന്നെ ഇതിൽ വരുന്ന ഔഷധ ചൂർണങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 3 തരം ജീരകം എടുക്കാം. കരിഞ്ജീരകം, പെരുംജീരകം, നല്ല ജീരകം, പിന്നെ മഞ്ഞൾ, ഉണക്കമഞ്ഞൾ, പിന്നെ ചുക്ക്, മല്ലി, അതുപോലെ തന്നെ ഓമം, ശതകുപ്പ, കാർഗോഗുലരി, ചെറുപുന്നേരി, ആശാളി, ഇത്രയാണ് നമ്മൾ ഇതിനുപയോഗിക്കുന്ന ഔഷധ ചൂർണ ദ്രവ്യങ്ങൾ. പിന്നെ തേങ്ങാപ്പാലും വറകിടാനുള്ള സാധനങ്ങളും. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന പച്ചിലകളെ നല്ല രീതിയിൽ കഴുകി നമുക്കതിനെ നുറുക്കി അതിൽ നിന്നും ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്തതിന് ശേഷം ഈ തേങ്ങാപ്പാലും ചേർത്ത് ഒന്ന് തിളപ്പിക്കുക. അതൊരു പകുതി തിള വരുമ്പോൾ നമുക്ക് മേൽ പറഞ്ഞ ധാന്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാം. അത് ഒരുവിധം നല്ല തിളച്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല വെന്ത് വരുന്ന സമയത്ത്, നമുക്ക് മേൽ പറഞ്ഞ ഔഷധ ചൂർണങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നല്ല അത് വെന്ത് വന്നതിന് ശേഷം അത് നമുക്ക് ഈ വറകിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം, 21 ദിവസം വരെ ഈ ഒരു ഔഷധ കഞ്ഞി ഈ ഒരു മാസം ഉപയോഗിച്ചാൽ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ നമുക്ക് അടുത്തൊരു വർഷം ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രം.